നമസ്കാരം. ജാക്സൺ ചുങ്കത്തിയാർ. ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയെ കുറിച്ചിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് അണികൾ ഭയങ്കര വെട്ടുകിളികളെ പോലെ നമ്മളെ വേട്ടയാടും. നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആർക്ക് വന്ന് നമ്മൾ എന്ത് തെറിയും വിളിക്കാം. ഇവരെ നിയന്ത്രിക്കാൻ നേതൃത്വത്തിന് കഴിയില്ല. കാരണം ഇവർ നേതൃത്വമായിട്ടൊരു ബന്ധവുമില്ല. ഇവർ ഫേസ്ബുക്കിൽ വെട്ടുകിളികൾ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പാർട്ടിയുമായി വേറെ ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. പാർട്ടിയുടെ ഉള്ളിലുള്ളവരും പറയാം, പുറത്തു പോയവരും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ നേതൃത്വത്തിന് അറിയുമെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല, കാൻഡിഡേറ്റിന് അറിയുമെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. കാരണം ഇത് ഒരു എന്താ പറയുക, ഒരു ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടുപോകുമ്പോഴുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയുണ്ടാവും ഇതിൽ. അല്ലാണ്ട് സംഘടിതമായൊരു തീരുമാനമില്ല, ഒരു നിലപാടില്ല. ഇത് ഒരാളങ്ങോട്ട് പറയുമ്പോൾ മറ്റാൾക്ക് ഇഷ്ടപ്പെട്ട അത് നിലപാട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പാർട്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരാളുടെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഇത് അലൈൻ ചെയ്ത് വന്നത്. പിന്നെ ഡൽഹി നിർഭയ പീഡന കേസ് ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വന്നിരുന്നു. അതിനു മുമ്പേ കേജ്രിവാളും മനീഷ് സിസോദിയും കുറേ പേരൊക്കെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവിടെ സമരം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ആദ്യമായിട്ട് അണ്ണാ ഹസാരെ ഈ പാർട്ടി രൂപീകരിച്ച് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അണ്ണാ ഹസാരെ ബി ജെ പിയുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് അണ്ണാ ഹസാരേനെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. ഒരു ബി ജെ പി ആവുകയല്ല, കോൺഗ്രസ്സോ സി പി എമ്മോ സി പി ഐയോ ജനതാദളോ ആം ആദ്മിയോ, നിങ്ങൾ എന്ത് പാർട്ടിയിൽ ചേർന്നാലും അതിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കുന്ന ജനാധിപത്യമായിട്ടുള്ള ഒരു സംവിധാനമാണെങ്കിൽ ഒരു തെറ്റും അതിലില്ല. നിങ്ങൾക്ക് ഏത് പ്രസ്ഥാനത്തിലും വർക്ക് ചെയ്യാം. ഒരു പ്രസ്ഥാനത്തിലുള്ള എല്ലാവരും മോശക്കാരല്ല, എല്ലാവരും നല്ലവരുമല്ല, എല്ലാവരും മിതവാദികളുമല്ല, എല്ലാവരും തീവ്രവാദികളുമല്ല. നമുക്ക് എപ്പോഴും അതിൻ്റെ ഉള്ളിലൊരു നമ്മുടെ സ്പേസ്, നമ്മൾ രാജ്യത്തിന് എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ചോദ്യം. പലരും നമുക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിൻ്റെ പേരിലാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ ചോദ്യമാണ് ഏറ്റവും വലിയ തെറ്റ്. നമുക്ക് എന്ത് രാഷ്ട്രത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം. എനിക്കെന്ത് കൊടുക്കാൻ പറ്റും, എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അവരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ എന്ത് കൊടുക്കാൻ പറ്റും, അവരുടെ ഒരു കഷ്ടപ്പാടിൽ എനിക്ക് അവരെന്ത് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യം. ഈ ചോദ്യമാണ് രാഷ്ട്രീയം. സ്ഥാനങ്ങളൊക്കെ രണ്ടാമത്തെ ഘടകത്തിൽ പെടുന്നതാണ്. ആ സർവ് ചെയ്യാൻ ബെറ്റർ ഓപ്ഷന് നമുക്ക് സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ബെറ്ററായിട്ട് സർവ് ചെയ്യാൻ പറ്റും, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പൊട്ടപ്പേര്, ഞാൻ ഈ സ്ഥാനങ്ങൾ വലിച്ചെറിയുന്ന ഒരാളാണെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പല സ്ഥാപനങ്ങളുടെയും പല സ്ഥാനമാനങ്ങളിലും ഇരുന്നിട്ടുള്ള ആളാണ്. അതും സ്റ്റേറ്റ് ലീഡർഷിപ്പുകളിൽ. അത് ആം ആദ്മി പാർട്ടിയിൽ മാത്രമൊന്നുമില്ല, ഞാൻ മറ്റേ സംഘടനാ വയസ്സിലൊക്കെ ഒരു മര്യാദയില്ലാതെ ഞാനത് വലിച്ചെറിയും. കാരണം ജനാധിപത്യപരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതിൽ നിന്നിട്ട് നമ്മൾ കാര്യമില്ല. കാരണം പിന്നെ നമ്മൾ മറ്റേ കാടൻ ഗോത്രവർഗ കാലത്തിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യലാണ്, ആൾക്കൂട്ടത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് വികാരപരമായ കാര്യങ്ങൾ നിൽക്കുക. അത് ശരിയായിട്ടുള്ള നിലപാടല്ല. നമ്മൾ എത്തിച്ചേരേണ്ട ജനാധിപത്യത്തിലാണ്. ഇപ്പോഴും നമ്മൾ അവിടേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. വോട്ട് ചെയ്യുന്നു എന്നല്ലാതെ ജനാധിപത്യവുമായി നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, ഒരു പാർട്ടികൾക്കും ഇല്ല. നമ്മൾ പലപ്പോഴും ഒരു നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ നമ്മൾ മറ്റേയാളെ എതിർക്കുകയും നമ്മൾ എന്താ പറയുക, പാർട്ടികൾ തമ്മിലുള്ള ഒരു നായകളുടെ കടിപിടിയിലാണ് നമ്മളുടെ ജനാധിപത്യം നിൽക്കുന്നത് ഇപ്പോഴും. അതല്ല ജനാധിപത്യം. ഒരു വിഷയം നമ്മൾ ജനങ്ങളെ ബെറ്റർമെൻറ്റിൻ്റെ ഒരു വിഷയം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ അതിൽ ബെറ്ററാക്കാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞതിനെ ബെറ്ററാക്കി കൊണ്ടുവരികയും പോളിഷ്, ആ ചർച്ചകളാണ് ജനാധിപത്യം. ഇവിടെ അങ്ങനെയല്ല. നീ കൊണ്ടുവന്നാൽ ഞാൻ എതിർത്തിരിക്കുന്നത് നശിപ്പിക്കും, ഞാൻ സമ്മതിക്കില്ല. ഇതല്ല ജനാധിപത്യം. ഇത് എന്താ പറയുക, എല്ലും കഷ്ണത്തിന് വേണ്ടിയുള്ള നായയുടെ യുദ്ധമാണ്. ഇപ്പോൾ ഇവിടെ പിണറായി വിജയനും അല്ലെങ്കിൽ സി പി എം ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുവന്ന നാഷണൽ ഹൈവേ ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾ കൊണ്ടുവന്ന ഗെയിൽ പൈപ്പിലേ ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾ കൊണ്ടുവന്ന വിഴിഞ്ഞ് ഞാൻ സമ്മതിക്കില്ല, പക്ഷെ ഞങ്ങളതൊക്കെ നടപ്പിലാക്കും. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ എന്താ മാറ്റം വന്ന് ഞങ്ങളല്ലേ ഇപ്പോൾ നടപ്പിലാക്കിയത് എന്ന് പറയുന്നതാണ് ഇവർ കാണുന്ന മാറ്റം. അപ്പോൾ അതിൻ്റെ കൈക്കൂലി ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും, മറ്റവർക്ക് കിട്ടാതെ നിന്ന സാധനങ്ങൾ പലതും ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ ഇവരതിൽ വേറെ ഒരു തരത്തിലുള്ള ചേഞ്ചസും കൊണ്ടുവന്നിട്ടൊന്നുമല്ല ഇവരതിന് മാറ്റം വരുത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ സെയിം ആസ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അണ്ണാ ഹസാരെ ബി ജെ പി ആണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇതാക്കി. യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരും ഈ പറയുന്ന പോലെ മറ്റേ പാർട്ടിക്ക് ഇവരൊക്കെ ജനാധിപത്യം ഇല്ലാതാകുമ്പോൾ അടിമയെ പോലെ നിൽക്കണം. ഈ അഭിമാനമുള്ള സ്വന്തമായ നിലപാടുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അവർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളെ
അഭിപ്രായം കൊണ്ട് ഖണ്ഡിക്കുകയും അത് ശരിയോ തെറ്റോ ആണെന്ന് നമ്മൾ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വന്നാൽ കുഴപ്പമില്ല, നമുക്കത് മനസ്സിലാവും. ഓക്കെ, ആ ഭാഗത്ത് എനിക്ക് എറർ പറ്റിയിട്ടുണ്ട്. ഇതങ്ങനെയല്ല, രാജാവ് പറഞ്ഞത് കൊണ്ട് അംഗീകരിക്കണം എന്നുള്ളതാണ്. അത് ജനാധിപത്യം ഈ നേരത്തെ പറഞ്ഞ പോലെ തല താഴ്ത്തി അഭിപ്രായങ്ങളില്ലാതെ നിലപാടില്ലാതെ നിൽക്കണം എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിന് എതിർപ്പ് പ്രകടിപ്പിക്കും. അവർ BJP-യിലേക്കല്ല പോയത്, കോൺഗ്രസിലേക്കല്ല പോയത്. അവർ സ്വരാജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. സ്വരാജ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തുണ്ടായത്, അവർ കോൺഗ്രസിൻ്റെ അലയൻസിലേക്ക് പോയി. കേജ്രിവാൾ അങ്ങോട്ട് തന്നെയാണ് പോയത്, വേറെ പ്രത്യേകിച്ച് പുതുമയുള്ള സ്ഥലത്തേക്കൊന്നും പോയതായിട്ട് നമ്മൾ കണ്ടില്ല. അതിനുശേഷം അശുതോഷ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി കുറച്ച് പോയിട്ടൊക്കെ ആയിരുന്നു. ആളും ഭയങ്കര ക്രൗഡ് പുള്ളറായിട്ട് നിന്നിരുന്ന ഒരാളാണ്. അപ്പോൾ അയാളെയും ഈ പറഞ്ഞത് തന്നെ, ഇയാൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അയാൾ പാർട്ടിയിൽ നിന്ന് പോയി. പക്ഷെ അയാൾ വേറെ എവിടെയും അങ്ങനത്തെ ഒരു പൊസിഷനിലൊന്നും പിന്നെ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടും കേട്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഷസിയ ആളാണ് പിന്നെ ഈ പറയുന്നത് പോലെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പോയത്. പക്ഷെ ആൾ BJP-യിലേക്കാണ് പോയത്. കപിൽ മിശ്ര എന്ന് പറയുന്ന ആളും BJP-യിലേക്കാണ് പോയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ട് മയാനക് ഗാന്ധിയും അഞ്ജലി എന്ന് പറയുന്ന 2 പേര്, അവരും ഇതേപോലെ പാർട്ടി വിട്ട് പോയിന്നുള്ളൂ. BJP-യിലേക്ക് അങ്ങനെ ഒരു ഇതിലേക്കൊന്നല്ല പോയത്. പിന്നെ അൽക്കാലംബ, അവർ വളരെ മറ്റേ ഇതായിട്ട് നിന്നിരുന്ന പബ്ലിക് ഫിഗറായിട്ട് നിന്നിരുന്ന ഒരാളാണ്. എയർ ഹോസ്റ്റസ് ഒക്കെ ആയിരുന്നു. കോൺഗ്രസിലേക്കാണ് അവർ തിരിച്ചു പോയി. അവർ കോൺഗ്രസ് ആയിരുന്നു, ഒരു കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോയി. ദെൻ ഇവിടെ സ്വാതി മാലിവാൾ, അവർ വനിതാ കമ്മീഷനൊക്കെ ആയിരുന്നു. അവർ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്നവരാണ്, ഭയങ്കര പ്രൊവാക്റ്റീവാണ്. അതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത്. കാരണം അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അയാളെ അതായത് കേജ്രിവാളിൻ്റെ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് തമ്പുരാൻ്റെ കയ്യാളിനും ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, തമ്പുരാൻ്റെ പ്രശ്നമല്ല, തമ്പുരാൻ്റെ കയ്യാളിനും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള കളികൾ തുടങ്ങും. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. ചില വരുമാനങ്ങൾ കിട്ടും, ചില മെച്ചങ്ങൾ ഉണ്ടാവും, ചില നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് വരും. നമ്മളൊരു ആശുപത്രി പണിയുക എന്ന് പറയുമ്പോൾ ഇത് ആർക്ക് കൊടുക്കണു? പിന്നെ നമ്മളൊരു മദ്യനയം രൂപീകരിക്കുമ്പോൾ 5 പേർക്ക് 5 ബാറേ ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് എത്ര മണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മാഫിയകളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ള ബെനിഫിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം മെക്ക പേപ്പറിൽ നമുക്കറിയാലോ, അവിടെ ബാലകൃഷ്ണ പിള്ള മാത്രമാണ് കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാരനാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊന്നും രാഷ്ട്രീയപ്പെട്ട് അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് ദൈവത്തിന് അറിയാം. ശാരദ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മമതയൊക്കെ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നു അല്ലാതെ ഇതൊന്നും ശിക്ഷിക്കപ്പെടാറില്ല. അങ്ങനെ പേപ്പർ വർക്ക് ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അടുത്ത ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ വന്നതാണ് ഇപ്പോൾ രാഘവ് ചദ്ദ. രാഘവ് ചദ്ദയും ഈ പറഞ്ഞതുപോലെ അയാൾ നേരത്തെ പറഞ്ഞ ഒരു ജനാധിപത്യ സ്ഥലത്ത് പട്ടിയെല്ലും കഷ്ണത്തിന് വേണ്ടിയിട്ട് ഓളിയിടുന്ന ടൈപ്പ് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ഇതേവരെ അയാൾ അങ്ങനെ കണ്ടിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് അവരുടെ പ്രശ്നങ്ങൾ, ലിറ്ററൽ പ്രോബ്ലംസ് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സഞ്ജയ് സിംഗ് വന്ന സമയത്ത് പെയ്ഡ് സീറ്റാണ് ആരോപണം ഉണ്ടായിരുന്ന ഒരു സീറ്റാണത്. സഞ്ജയ് സിംഗ് വന്നപ്പോൾ അയാൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആരോപണങ്ങളും പരിപാടികളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഗുണം ജനങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നികുതി കൊടുത്തിട്ട് നമ്മളുടെ എന്താ പറയുക ആളാണ് അവിടെ പറഞ്ഞു പോയി എന്നിട്ട് അവരിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നു. എന്താ പറയുക, ഇതല്ലാതെ ജനങ്ങൾക്ക് അതുകൊണ്ട് എന്ത് മെച്ചമുണ്ടാവുന്നില്ല. ഇവർ രാഷ്ട്രീയ പ്രസംഗം പറയുകയാണ് ഉണ്ടാവുന്നത്. ഇവർക്കൊരു സമയം കിട്ടിയാൽ ഇത് ജനങ്ങളുടെ ഒരു പ്രശ്നത്തെക്കുറിച്ചല്ല, രാഷ്ട്രീയ പ്രസംഗം പറഞ്ഞിട്ട് എന്തൊക്കെ ഇതുണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് നോക്കുന്നത്. അതിൽ കേജ്രിവാളിന് മദ്യനയ അഴിമതി കേസുണ്ട് എന്ന് പറഞ്ഞതും കേസ് കൊടുത്തതും കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ് കേസ് കൊടുക്കുന്നതിനൊക്കെ മുമ്പ് ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ ഒരു കെട്ടിപ്പിടിച്ചിട്ട് ഒരുമിച്ച് കിടക്കും എന്താ രാഹുൽ ഗാന്ധിയും കേജ്രിവാളും. അത് കഴിഞ്ഞിട്ട് ലോക്സഭ കഴിഞ്ഞ് നിയമസഭ വരുമ്പോൾ സീറ്റ് ഷെയർ ചെയ്യാൻ പറ്റില്ല, രണ്ടുപേർക്കും അതിനൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടുപേരും പരസ്പരം എല്ലും കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന പട്ടിയെ പോലെയാവും. ലോക്സഭ വരുമ്പോൾ വീണ്ടും ഒന്നിക്കും. ഇത് ഒരു സ്ഥിരം പാറ്റേണാണ്, നിങ്ങൾ നോക്കിയാൽ മതി, ഇത് എല്ലാ കാലത്തും തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേജ്രിവാളിന് അറിയാം തന്നെ നിന്നിട്ട് എന്തായാലും ആൾക്കൊരു ലോക്സഭാ സംവിധാനത്തിലൊന്നും വലിയ കാര്യമായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോക്സഭാ സംവിധാനത്തിൽ നിൽക്കണമെങ്കിൽ കോൺഗ്രസുമായിട്ട് അലയൻസിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലുള്ള മെച്ചമുണ്ടായി കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമോ ക്യാബിനറ്റൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ പാർട്ടികളുടെ തന്നെയായിട്ടും ഫണ്ട് അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്ന അവസരവിശേഷം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് പിണറായി വിജയനെയും പിണക്കാതെ വളരെ സോപ്പിട്ടിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ മമതയെ,
അതായത് ഈ ഇന്ത്യ മുന്നണിയിലുള്ള കുറേ പാർട്ടികൾ, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ പിണറായി വിജയനാണ്. കാരണം ഇവിടെ ഭരണത്തിലുണ്ട്, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ പിമാരുണ്ടെങ്കിൽ അവർക്ക് ഇവരുടെ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ കേജ്രിവാളിന് കുറച്ചും കൂടി ബെറ്റർമെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എപ്പോഴും ഒരു ഇടതുപക്ഷത്തിന് ചേർന്നിട്ട് അവർ പറയുന്ന പോലെയാണ് കേരളത്തിലെ പൊളിറ്റിക്സ് അവർ കൊണ്ടുപോകണേ. മുന്നണിയിലോട്ട് ചേർക്കുകയുമില്ല, എന്നാൽ മുന്നണിക്ക് വേണ്ടി പണിയെടുക്കും വേണം. അതങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷേ അവർ പാർട്ടി വളർത്താൻ എന്ന പേരിലാണ് അണികൾ പോയിട്ട് ഈ പണി കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ ഒരു ഫെയിം ചെയ്യാൻ പറ്റുന്ന അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ കൂടുതൽ ആൾക്കാരും പാർട്ടി വളർത്താൻ തന്നെയാണ്. ഇവിടെ നിൽക്കുന്ന പാർട്ടിയിലെ ആൾക്കാരൊന്നും ഇതൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. അവർ വളരെ ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കുന്ന കാര്യം ഈ പാർട്ടിയെ വളർത്തുക എന്നുള്ളതാണ്. ഒരു അഴിമതിയില്ലാതിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ മുകളിൽ നടക്കുന്ന കളി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ അഴിമതി തുടരാൻ വേണ്ടിയിട്ടാണ്. അയാൾക്ക് കുറച്ച് സീറ്റ് ഉണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സീറ്റ് വലിച്ച് കുറച്ച് താഴേക്ക് ഇടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറഞ്ഞ 140 സീറ്റിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു, മത്സരിച്ചില്ല. നിങ്ങൾ ആ മത്സരിക്കാൻ നോക്കിയ സീറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ CPM-ന് ശല്യമില്ലാത്ത സീറ്റുകളായിരിക്കും നിങ്ങൾ നോക്കിക്കോ. CPM-ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സീറ്റുകളിലൊന്നും അവർ നിന്നിട്ടുണ്ടാവാൻ വഴിയില്ല. 3, ഈ പറയുന്ന കേജ്രിവാൾ അടക്കമുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് പ്രചരണം നടത്തും എന്ന് പറഞ്ഞിട്ട് ഒരാളും വന്നില്ല. ഇന്നിപ്പോൾ 6-ാം തീയതി, നാളെ 7-ാം തീയതിയാണ്, കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരെ പറ്റിക്കുകയാണ്, പറഞ്ഞു പറ്റിക്കുകയാണ്. എന്താ പറയുക, നട്ടുച്ച പാതിരാത്രിയാന്ന് പറഞ്ഞു പറ്റിക്കുകയാണ് ആ മണ്ടന്മാർ. അത് അങ്ങനെ വിശ്വസിക്കാനും കുറച്ച് ആൾക്കാർ. അതിൻ്റെ ഇടയിൽ കൂടെ വ്യാജ പ്രചരണ പോസ്റ്റർ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നു അത്രേ, തൃശ്ശൂരും തൊടുപുഴയിലും വേറെ എവിടെയോ ആം ആദ്മി പാർട്ടി ജയിക്കും എന്ന് പറഞ്ഞിട്ട്. കൊച്ചാക്കി പറയാമെന്ന് വിചാരിക്കരുത്. ഈ പാർട്ടി ഇവിടെ ഉണ്ട്, അതിനൊരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് തന്നെ ഇതിൽ എത്ര 2 ലക്ഷം വോട്ടേഴ്സിൽ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അത് ഒരു റിയാലിറ്റിയാണ് ആ ചോദ്യം. എത്ര പേരിലേക്ക് എത്തിയിട്ടുണ്ടാവും? കാരണം അതിനുള്ള ഫണ്ട് ഇറക്കാനോ അതിനുള്ള ആളും ആരവങ്ങളും അവർക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം, ജയിക്കാനായിട്ട് നമ്മളാണ് ഏറ്റവും സാധ്യതയുള്ളത്, നമുക്ക് ചിന്തിക്കാം, പറയാം. ഞാൻ എപ്പോഴും ചിന്തിക്കാറ് ഇത്ര ശതമാനം നമുക്ക് വോട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കാറ്. നമ്മളെ ഇത്ര ആളുകളിലേക്ക് എത്തിച്ച് നമുക്ക് ഇത്രയെങ്കിലും വോട്ട് പിടിക്കാൻ പറ്റുമോ? അതേ പറ്റൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാനുള്ള പ്രായം വളർച്ചയായിട്ടില്ല. നിന്ന് തോൽക്കേണ്ടി വരും. പക്ഷെ 140 സ്ഥലത്ത് നിൽക്കാന്ന് പറയുമ്പോഴെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. അതും സമ്മതിക്കില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. കേജ്രിവാൾ സമ്മതിക്കാൻ സാധ്യത കുറവാണ്. കാരണം CPM അവസാനം പറയും ഇന്ന സ്ഥലത്തൊക്കെ മതി, അല്ലെങ്കിൽ ഇത്ര സ്ഥലത്തൊക്കെ നിർത്തിയാൽ മതി, അങ്ങനെ ജയിക്കും തോന്നിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ഒന്നും വേണ്ട, ആവശ്യം അത് റിസ്ക് എടുക്കണ്ട എന്ന് പറയും എന്ന് എനിക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഇനി കേരളത്തിൽ വന്നിട്ട് ആൾക്കാർക്ക് കൂടുതൽ ആവേശം കൊടുക്കണ്ട, അതുകൊണ്ട് വരണ്ട എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ ആരും വരില്ല. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കേരള രാഷ്ട്രീയത്തിൽ ഇവർ എപ്പോഴും ചെയ്യുന്ന പരിപാടി, ഇവിടെ നിന്ന് ഫണ്ട് ആവശ്യമുണ്ട്, പണിയെടുക്കാനായിട്ട് ആൾക്കാർ ആവശ്യമുണ്ട്, ഇവിടെ ഒരു പാർട്ടി ഉണ്ടെന്ന് പറയാൻ ആൾക്കാർ ആവശ്യമുണ്ട്. ഇത്രയാണ് കേജ്രിവാളിന് ആവശ്യമുള്ളൂ. മലയാളികൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിലോ കേരളത്തിലൊരു മാറ്റം വരാനോ അവരാഗ്രഹിക്കുന്നേയില്ല. ഞാൻ പണ്ട് നമ്മളൊരു മഹാരാജ കോളേജിൽ തല്ലി മേടിച്ചു ആം ആദ്മി യൂത്ത് വിങ്. അപ്പോൾ ഞാനന്ന് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പോസ്റ്റർ അടിച്ചപ്പോൾ ജോയിൻ IP സേവ് ഇന്ത്യ എന്നങ്ങോട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വെച്ചപ്പോൾ AYW എന്ന് വെച്ചിട്ട് സേവ് ഇന്ത്യ എന്നു വെച്ചപ്പോൾ എൻ്റെ അടുത്ത് സോമനാഥ് ഭാരതി എന്ന വക്കീൽ, അയാളിപ്പോഴും ഒരു ലീഡറാണ്, അയാൾ അന്ന് എന്നോട് ആ പോസ്റ്റർ കണ്ടപ്പോൾ പറഞ്ഞാണ്, നിങ്ങൾ കേരളം രക്ഷിക്കാൻ നോക്കിയാൽ മതി, ഇന്ത്യ ഒന്നും നിങ്ങൾ രക്ഷിക്കേണ്ട കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന്. ഇത്രയാണ് ആ പാർട്ടിയിലെ ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാരെ കാണുന്നത്. പക്ഷെ എന്താ അവസാനിച്ചത് മനസ്സിലാക്കാൻ സമ്മതിക്കില്ല. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഞാൻ നുണ പറഞ്ഞു എന്ന് പറയാനാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുക. കാരണം അവരെ നേതാവ് അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കുക. CRDക്ക് മുന്നേ ഇരുന്നിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് നോക്കിയിട്ട് കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്താലും അത് തെറ്റാണെന്ന് അംഗീകരിക്കാനായിട്ട്, അത് നമ്മുടെ ഒരു ജനക്കൂട്ടത്തിൻ്റെ പ്രശ്നമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അത് നമുക്ക് ഇഷ്ടപ്പെട്ട നടനോ രാഷ്ട്രീയക്കാരനോ ആരായാലും അവരങ്ങനെ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായതോ അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ നമുക്ക് തയ്യാറാവില്ല. അത് സ്വാഭാവികമാണ്, എനിക്കത് മനസ്സിലാവും. അപ്പോൾ ഈ കേരളത്തിലെ അവസ്ഥ, മനോജ് പത്മനാഭൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. പാർട്ടിയിലായുള്ള പോസ്റ്റ് സ്റ്റേറ്റ് ലീഡർഷിപ്പായിരുന്നു. ആ സ്ഥലത്ത് പിന്നെ സാറ ടീച്ചർ വരുന്നു. മനോജ് പത്മനാഭൻ പിന്നെ ഈ പാർട്ടിയിലില്ല, അതായത് ആം ആദ്മിയായി തുടരുന്നില്ല. സാറ ടീച്ചർ വരുന്നു. സാറ ടീച്ചർ വരുന്നത് ആം ആദ്മിയായിട്ടല്ല വരുന്നത്, നേരെ വരുന്നത് സ്റ്റേറ്റ് ലീഡർഷിപ്പിലാണ്. സാറ ടീച്ചർ പോകുന്നു, ആം ആദ്മി പാർട്ടിയിൽ പിന്നെ ഇല്ല. അതിനുശേഷം വീണ്ടും CR നീലകണ്ഠൻ വരുന്നു. CR നീലകണ്ഠൻ വരുന്നത് ആം ആദ്മി പാർട്ടിയിൽ നിന്നല്ല, പുറത്തുനിന്ന് വരുന്നു. തിരിച്ചു പോകുമ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു പൊസിഷനിൽ നിന്ന്. വീണ്ടും തുഫൈൽ എന്ന് പറഞ്ഞൊരാൾ വരുന്നു. അയാൾ വരുന്നു, ആം ആദ്മി പാർട്ടിയുടെ ഉള്ളിലേക്ക് വരുന്ന. നേരത്തെ അയാൾ പാർട്ടി പ്രവർത്തകനൊന്നുമില്ല,
ഇത് കഴിയുന്നതോടുകൂടി അയാൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്നു. ശേഷം വീണ്ടും എനിക്ക് തോന്നുന്നു സിറിയക് സാറ് വരുന്നു. സിറിയക് സാറ് വന്നു കഴിഞ്ഞിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് ഒരു നാഷണൽ കമ്മിറ്റിയുടെ ഒരു പേര് എഴുതിയിട്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ ചെയ്യുന്ന പരിപാടിയാണ്. പാർട്ടിയിൽ ഒരു പോസ്റ്റ് കൊടുത്തിട്ടും ഇതില്ല. പക്ഷേ അദ്ദേഹം എവിടെയോ ആക്ടിവിറ്റിയിൽ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി അടുത്തത് വിനോദ് മാത്യുവൽസും വന്നിട്ടുണ്ട്. വിനോദ് മാത്യുവൽസിനും ഇതുപോലെ തന്നെ യാതൊരു തരത്തിലും ഇതിനു മുമ്പ് ആം ആദ്മി പാർട്ടി കൂടി ഉണ്ടായിരുന്ന കാലത്തൊന്നും അതിൽ ആകർഷണമായ ഒരാളല്ല, കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരെ പ്രസിഡൻ്റായിട്ട് വരുന്നു. ഇനി പോവുകയാണെങ്കിൽ അയാൾ നേരെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇവിടുത്തെ കോമഡി എന്താണെന്നറിയോ? ഇവരാരും ആം ആദ്മികളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ല. ഇവർ പ്രസിഡൻ്റായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ആ പ്രസിഡന്റ് സ്ഥാനം പോയാൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ട് ഈ രാജാവ് ഒന്നുമില്ലെങ്കിൽ നേരെ എന്താ പറയുക പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ രാജാവായിട്ട് നിൽക്കണം. ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ രാജഭരണക്കാലത്ത്, ഈ ജനാധിപത്യം ഇല്ലാത്ത രാജഭരണക്കാലത്ത് നമ്മൾ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു രണ്ട് ആറ്റിറ്റ്യൂഡാണ്. നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മളഭിപ്രായം പറയുമ്പോൾ അത് അംഗീകരിക്കാത്തവരെ, തിരിച്ചഭിപ്രായങ്ങൾ പറയുന്നവരെ, നിലപാടുള്ളവരെ ഒറ്റ സാധനത്തുമ്പോൾ നമുക്ക് വെട്ടാം. എന്താണെന്ന് പറയുക? രാജ്യദ്രോഹം. രണ്ട് രാജ്യദ്രോഹങ്ങളാണ് പ്രധാനമായിട്ടും പറയുക. ഒന്ന്, അവർ മറ്റേ ശത്രു രാജാവിൻ്റെ ചാരനാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അയാൾ വിപ്ലവം ഉണ്ടാക്കാൻ നോക്കുന്നു. ഈ രണ്ട് സാധനമാണ് മെയിൻ രാജ്യദ്രോഹം. ഈ രണ്ട് രാജ്യദ്രോഹം, അല്ലെങ്കിൽ രാജാവിനെതിരെ ചിന്തിച്ചു പ്രവർത്തിച്ചു, ഇതേ പരിപാടിയാണ് ആം ആദ്മി പാർട്ടിയിൽ വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നത്. CPM അതേ നിലപാടാണ്. നിങ്ങൾ നോക്കിക്കോ, ആ പാർട്ടിയിൽ തെറ്റ് ചെയ്ത ഒരാൾ, അതായത് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്ന് പറഞ്ഞ ആളെ എടുത്ത് പുറത്തേക്കിട്ട് മറ്റാളെ സംരക്ഷിച്ച് ഇയാളെ തെറി വിളിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രാജാവിന് ഇഷ്ടപ്പെട്ട പോലെ നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. ശശി പാർട്ടിയിൽ നിൽക്കുമ്പോൾ പീഡിപ്പിച്ചിട്ടില്ല, തീവ്രത കുറഞ്ഞ പീഡനം. പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അയാളൊക്കെ എന്തോരം വലിയ മോശക്കാരനാണെന്ന് അറിയോ എന്ന് ചോദിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ രാഘവ് ഛത്ത ഇപ്പോൾ ഇതിൽ ഏതോ ഒന്നിലായിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടി സത്യം പറഞ്ഞാൽ കാണിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരംശമെങ്കിലും എവിടെയെങ്കിലും ഒന്ന് തുടരണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈ പാർട്ടിയിൽ ഒരാൾക്ക് പോലും കഴിവ് തെളിയിക്കാനോ അവർക്കൊരു അവസരം കിട്ടാനോ അഭിപ്രായം പറയാനോ ജനാധിപത്യമായിട്ട് വളരാനോ പറ്റില്ല. ഒരു ദിവസം കേജ്രിവാളിന് ഇപ്പോൾ MLA സ്ഥാനം വരെ പോയി. ഇനിയിപ്പോൾ എങ്ങാനും ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് കയറിപ്പറ്റാൻ പറ്റൂ എന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഏറ്റവും പെട്ടെന്ന് വളർന്ന പാർട്ടിയാണ്. സ്വന്തം നാഷണൽ നേതാവിന് MLA സ്ഥാനം വരെ പോയ പാർട്ടിയാണത്. പക്ഷെ പഞ്ചാബിൽ വളർന്നിട്ടുണ്ട്, ഗുജറാത്തിൽ മലമറിക്കും. ഈ മലമറയുന്ന മുഴുവൻ നമ്മുടെ പ്രൊഫൈൽ, ആ പ്രൊഫൈലിൽ കണക്റ്റഡായി നിൽക്കുമ്പോൾ മാത്രമേ മറയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ കുഴപ്പം. കാരണം ഗുജറാത്തിലൊക്കെ ഉള്ളത് ഓരോ അല്ലെങ്കിൽ ഓരോ ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങളുടെ നേതാക്കൾ നിങ്ങളായിട്ട് കണക്റ്റ് ആയാൽ അത് നിങ്ങളുടെ പാർട്ടിക്ക് വളർച്ച ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ നിങ്ങളുടെ പാർട്ടി വളരാനായിട്ട് അവിടെ ഇൻഡിവിജ്വലായി പാർട്ടി വളർത്തലൊന്നുമില്ല. അത് കോൺഗ്രസിനും ഇല്ല. അവരിപ്പോൾ അഹമ്മദ് വിഭാഗമാണോ പട്ടേൽ വിഭാഗമാണോ എന്താ പറയുക മറ്റേ ഇവരുടെ വിഭാഗമാണോ എന്നൊക്കെ പറയുന്ന പോലെ ദളിതരുടെ വിഭാഗമാണ്. ഇങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. അതിൽ ഏത് വിഭാഗമാണ് നമ്മളുമായിട്ട്, അപ്പോൾ ജിഗ്നേഷ് മോവാനി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വിഭാഗമുണ്ട്, അഹമ്മദ് പട്ടേൽ എന്ന് പറയുമ്പോൾ അവരുടെ വിഭാഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് വിഭാഗത്തിലാണോ നമ്മൾ അലൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് അവിടെ വോട്ടും സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അവരുമായിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് അഭിപ്രായം വന്നാൽ അവർ നമ്മൾ ഇട്ടിട്ട് പോകും. ഇത്രേ ഉള്ളൂ. പൊളിറ്റിക്സ് അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊന്നും ജനാധിപത്യമായിട്ട് ഡെവലപ്പ് ആവുന്നതല്ല. പൊളിറ്റിക്സ് ഡെവലപ്പ് ആവേണ്ടത് ജനാധിപത്യമാണ്, ജനാധിപത്യം മാത്രമാണ്. അത് പരിശീലിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആവശ്യമുള്ളത്. താങ്ക് യു.